ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നാമമാണ് മദ്ഉവ്വുൻ എന്നുള്ളത്. മദ്ഉവ്വുൻ, ക്ഷണിക്കപ്പെടുന്നവർ, വിളിക്കപ്പെടുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. പല രൂപത്തിൽ നമുക്കതിന് വ്യാഖ്യാനം നൽകാം. ക്ഷണിക്കപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ എന്തുണ്ടായാലും മുത്തുനബിയെ ക്ഷണിക്കും. ചെറിയൊരു ഫംഗ്ഷൻ ആണെങ്കിൽ പോലും മുത്തുനബിയെ ക്ഷണിക്കും. മുത്തുനബി പോകും, എല്ലാവരുടെയും വിളി ക്ഷണം സ്വീകരിക്കും. പാവങ്ങളുടെയും എല്ലാവരുടെയും, പണക്കാരുടെയും. ചില ആളുകൾ പൈസക്കാരുടേത് പോകും, പാവങ്ങളുടേത് പോകൂല. മുത്തുനബി അങ്ങനെയല്ല, എല്ലാവരുടെയും ക്ഷണം സ്വീകരിക്കും. എല്ലാവരുടെ വീട്ടിലേക്ക് പോകും, വിവരങ്ങൾ ചോദിച്ചറിയും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മറ്റൊരു വ്യാഖ്യാനം നമുക്ക് നൽകാൻ പറ്റുന്നത് മദ്ഉവ്വുൻ, വിളിക്കപ്പെടുന്നവരാണ്. ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യം വെച്ച് മദീനയിലേക്ക് കടന്നു വരുന്നവർ എത്രയാണ്. നബി തങ്ങളുടെ ജീവിതകാലത്തു തന്നെ അഭയം തേടി മുത്തുനബിയുടെ സമീപത്തേക്ക് വന്നവരെത്രയാണ്. വിദൂര ദിക്കുകളിൽ നിന്ന് മുത്തുനബിയെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവർ എത്രയാണ്. നമ്മൾ ഇപ്പോഴും അതല്ലേ ചെയ്യുന്നത്. നമ്മൾ ക്ലാസിന്റെ അവസാനത്തിൽ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. ദുആ ചെയ്യുന്നു. യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. മുത്തുനബിയെ വിളിക്കുന്നു. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ ഇൽവി അലാ അഹദി. നബിയെ വിളിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് മുഅ്മിനീങ്ങൾ അവിടുത്തെ വിളിക്കുകയാണ്. വിളിക്കപ്പെടുന്നവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബിയെ വിളിച്ചിട്ടല്ലേ മൻഖൂസ് മൗലിദിൽ നമ്മൾ ദുആ ചെയ്യുന്നത്, നമ്മൾ അവിടുത്തെ മദ്ഹ് ചൊല്ലുന്നത്. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. യാ സയ്യിദി ഖൈറൻ നബി, യാ സയ്യിദി ഖൈറൻ നബി. അതിന്റെ അവസാനം കണ്ടല്ലോ, യാ സയ്യിദി, ഓ ഞങ്ങളുടെ നേതാവേ, ഖൈറൻ നബി, അംബിയാക്കളിൽ ഉത്തമരായ നേതാവായ പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സ്വഫാ ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. യാ സലാം. മുത്തുനബിയെ വിളിക്കുകയാണ് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന്. മുത്തുനബിയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ മദ്ഹുകൾ പറയുന്നു, മദ്ഹുകൾ ചൊല്ലുന്നു. ഇതൊക്കെ ഒരു വിളിയാണ്. ജവാഹിറുൽ അസ്മാ ഒരു വിളിയാണ്. മുത്തുനബിയെ നമ്മൾ വിളിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് കാണുന്നു നമ്മൾ ഇതിനെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിളി മുത്തുനബി കേൾക്കണം. മുത്തുനബി നമുക്ക് ഉത്തരം നൽകണം. നമ്മുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേട്ട് നമുക്ക് പരിഹാരങ്ങൾ നൽകണം. നൽകുമെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. നമ്മൾ സുന്നികളാണ്, ഹബീബ് തങ്ങളെ സ്നേഹിക്കുന്നവരാണ്. അവിടുന്നെല്ലാം കേൾക്കും, മറയും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അല്ലാഹു അങ്ങനെ മുത്തുനബി കേൾക്കുന്ന രൂപത്തിലുള്ള വിളി വിളിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ പച്ചഖുബയുടെ താഴെ പോയി മുത്തുനബിയെ നമുക്ക് വിളിക്കണം. ആ ഹുജ്റത്തു ശരീഫയിലെ ഹുനാ അസ്സലാമു അലാ റസൂലില്ലാഹ് അവിടെ എഴുതി വെച്ചതായി നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെയാണ് മുത്തുനബിയോട് സലാം പറയേണ്ടത്. അവിടുത്തെ ആ ഹുജ്റത്തു ശരീഫയുടെ മുന്നിൽ അവിടുന്ന് വിളിച്ച്, അവിടുന്ന് വിളി കേൾക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരിക്കലെങ്കിലും ആ വിളി നമ്മെ തിരിച്ചു വിളിക്കുന്നത് കേൾക്കാൻ നമുക്ക് കഴിയണം.
അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ വഅലൈക്കുമുസ്സലാം വഅലൈക്കസ്സലാം എന്ന മുത്തുനബിയുടെ ആ സലാം മടക്കൽ നമുക്ക് കേൾക്കാൻ കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.